ട്രെൻഡി ഗിഫ്റ്റിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ ക്രാഫ്റ്റേഴ്സിനും റെസിൻ ആർട്ടിസ്റ്റിനും സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വരീട്ടോ. മാത്രമല്ല ബെല്ലൈക്കൺ പ്രസ് ആക്കിയിട്ട് ഓൾ ഒന്ന് കൊടുത്തോളൂ കേട്ടോ. നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഗൈസ്, നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. റിപ്ലൈ തരാൻ പറ്റിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ബിഗിന്നേഴ്സിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആർക്കെങ്കിലൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ പല ഐറ്റംസും ഗിഫ്റ്റായിട്ട് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിലും കമൻറ്റിലായിട്ടൊക്കെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഫോട്ടോ കീച്ചെയ്ത് എങ്ങനെ സെറ്റാക്കുക എന്നുള്ളത് വീഡിയോസ് 2-3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെയുള്ളൊരു വീഡിയോസ് തന്നെയാണ്. പക്ഷേ ഷേപ്പ് മാറ്റുന്നുണ്ട്. നമ്മൾ റൗണ്ട് ഷേപ്പാണ് ഇതുവരെ സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കസ്റ്റമർ ഹാർട്ട് ഷേപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോണത്. ബേസിൻ്റെ കളറ് എല്ലാ വീഡിയോസിലും സെയിം ആണല്ലോ, ഇന്ന് ചേഞ്ച് ആക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പിങ്ക് റെഡ് ആ ലെവൽക്ക് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. റെഡിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പിങ്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ റെസിനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബബിൾ റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം റിമൂവ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ആക്രിലിക് പെയിൻറ്റ് അതിൽ ചേർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അങ്ങനെ പിഗ്മെൻറ്റിന് പകരം ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാസ്റ്റായിട്ട് ഇളക്കി കൊടുക്കാതെ സ്ലോ ആയിട്ട് തന്നെ ഇളക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം ബബിൾ റിമൂവ് ആയി കിട്ടും. അങ്ങനെ സ്ലോ ആയി ഇളക്കിയതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബബിൾ നല്ലോണം റിമൂവ് ചെയ്യാനും. ശേഷം നമ്മളിത് ആ ഷേപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബബിൾസൊക്കെ നമ്മൾ ഹീറ്റ് ഗണ്ണ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്കൊരു ഡൗട്ട്സ് ഉണ്ടാവും, അതായത് നമ്മൾ ഈ ബേസൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് ബബിളൊക്കെ റിമൂവ് ചെയ്യണത്? കാര്യം നമ്മളെ ഫോട്ടോസൊക്കെ വെക്കുമ്പോഴാണല്ലോ ബബിളൊക്കെ റിമൂവ് ചെയ്യുക, അപ്പോഴല്ലേ കാണാന്നുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, എല്ലാവരും ബേസിലും ബബിൾ റിമൂവ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഈ വർക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ മറ്റേ ഭാഗത്ത് നമ്മൾ ഈ പെയിൻ്റാണ് കാണാൻ പറ്റുക നമുക്ക്. അതായത് ഈ ബബിളൊക്കെ വന്ന ഭാഗത്ത് പെയിൻ്റാണ് കാണുക, മുകളിൽ റെസിനായിട്ടുണ്ടാവില്ല. അങ്ങനെ പല വർക്കിലും വന്നതുകൊണ്ടാണ് ഞാൻ ബബിളൊക്കെ റിമൂവ് ചെയ്യാറ് കേട്ടോ. നമ്മളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഓരോ മിസ്റ്റേക്കൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലാവണത്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്ഥിരം ഗോൾഡ് ഫ്ലേക്കാണ് കേട്ടോ. അത് ഞാനൊന്ന് റെസിനിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ കോർണറിലൊക്കെ ഒന്ന് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഈ മോൾഡിലുള്ള ഓരോ ഹാർട്ട് ഷേപ്പും 1.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത് സൈസ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഫോട്ടോസ് വെക്കുന്നില്ല. കാരണം ഹാർട്ട് ഷേപ്പൊക്കെ അല്ലേ, അപ്പോൾ എങ്ങനെ ബോറാകുമെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ മോൾഡ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ സെൻറ്റിമീറ്ററിലൊക്കെ സെറ്റ് ചെയ്തത് ഫോട്ടോസ് ഫുള്ള് കവർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കോർണറൊന്നും സ്പേസ് ഒന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഫ്ലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഫ്ലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ റെസിൻ ഒഴിച്ച ഉടനെ തന്നെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് റെസിനൊന്ന് ഹാർഡായി വരുമ്പോൾ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഉടനെ തന്നെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്ലേക്കൊക്കെ താഴെ ഭാഗത്തോട്ട് പോകുന്നുണ്ട്, വല്ലാതെ കാണുന്നില്ല. പിന്നെ കുറച്ച് ഹാർഡായിട്ടാവുമ്പം നല്ല നീറ്റിൽ നിന്നോളും. അപ്പം അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളിട്ടോ. പിന്നെ നമ്മളെ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ പ്രശ്നം ഇങ്ങനെതാ ഞാനിപ്പം റിമൂവ് ചെയ്യുന്ന പോലെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. റിമൂവ് ചെയ്യണം, കാരണം ആ പെയിൻ്റ് ഒരു കുന്നുകൂടിക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് പിഗ്മെൻറ്റും ആക്രിലിക്കും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ്. പിഗ്മെൻറ്റ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യൂല, പക്ഷേ ആക്രിലിക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഇടയ്ക്കൊന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തെടുക്കുക. നമ്മൾ ബബിൾസൊക്കെ റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും, അത് പിന്നെ കുറച്ച് കഴിയുമ്പം ബബിൾസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എല്ലാവരും. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫോട്ടോസ് ഞാൻ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലാമിനേഷനൊക്കെ ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ടാസ്ക് എനിക്ക് മനസ്സിലായത്. ഹാർട്ട് ഷേപ്പ് കുറച്ച് പണിയുണ്ട് അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതായത് എടുത്ത സെൻറ്റിമീറ്റർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റ് സെൻറ്റിമീറ്ററും സൈസൊക്കെ എടുത്തിട്ട് പ്രിൻ്റ് എടുക്കാൻ നോക്കാം. ഹോള് പിന്നെ ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തത് കൊണ്ട് അത് വലിയ റിസ്ക് ആയി തോന്നിയിട്ടില്ലേനു കേട്ടോ. അങ്ങനെ അതാ ഓരോ ഫോട്ടോസും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ 3 ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള ലെയർ റെസിൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസിനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം ബബിൾസ് റിമൂവ് ചെയ്യാൻ നോക്കുക. റെസിനൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്നോ, ഈ മിക്സിങ് റെഡി ആയിട്ടുണ്ടാവില്ലേ, നല്ലോണം മിക്സ് ആയിട്ടുണ്ടാവില്ലേ എന്നുള്ള കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബബിൾസൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അതുപോലെ ബബിൾസൊക്കെ ഉണ്ടാകുമ്പോൾ ഹീറ്റ് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. ഫോട്ടോയിലൊക്കെ ബബിൾസ് കാണാൻ സാധ്യത ഉണ്ട്, അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബബിൾസൊക്കെ റിമൂവ് ചെയ്യാൻ ഓവർ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. ഓവർ ടൈം ആകുമ്പം നമ്മളെ റെസിനൊക്കെ ഹാർഡായി പോവും, ടൈറ്റായിട്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഹീറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യലാണ്. ഓവറായിട്ട് ഈ ലൈറ്റ് യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ. അപ്പോൾ റെസിൻ ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഹാർഡായിട്ടുണ്ട് കേട്ടോ നമ്മളെ വർക്ക്. അപ്പോൾ എങ്ങനെയാണ് കാണാൻ എന്നുള്ളൊരു ടെൻഡൻസി എനിക്കുണ്ട് കേട്ടോ. ഫസ്റ്റായിട്ടാണ് ഹാർട്ട് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. റിമൂവ് ചെയ്ത് വന്നപ്പോൾ മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ഓവർ സൈസൊന്നും ഇല്ലാത്തൊരു കീ ചെയിൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. നല്ല ക്ലാസി ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണവും നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3 നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഭംഗിയിൽ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളെ ഫോട്ടോൻ്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് സൈസ് വലുതാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പ്രിൻറ്റിൽ കുറച്ചും കൂടെ ഈ ഹാർട്ട് ഷേപ്പ് കൊള്ളണ രീതിക്ക് അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം വലുതാക്കാൻ നോക്കണം കേട്ടോ പ്രിൻറ്റ്. പിന്നെ നമ്മളെ മെയിൻ ഷൂട്ടിംഗ് അല്ലേ, അപ്പോൾ ഷൂട്ടിങ്ങിന് ഏറ്റവും ഭംഗിയുള്ള പ്ലേസും ഐഡിയാസൊക്കെ കൊണ്ടുവരാം കേട്ടോ.
അപ്പോൾ ഈ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാക്സിമം നമ്മൾ കയ്യിൽ പിടിക്കുന്ന രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ പൊതുവെ ഈ നമ്മളെ ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മുറ്റത്ത്, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യൽ. എൻ്റെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള ഈ ഒരു ചെടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യണത്. അധിക കീ ചെയിൻസും ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, എന്നും പറയണ പോലെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.